അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിവാഹത്തിന് ക്ഷണിക്കാറുണ്ട്. അവരെ വിവാഹക്കാര്യം പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. പലപ്പോഴും അത് വിവാഹത്തിന് ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവണമെന്നില്ല, പക്ഷെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സ്വകാര്യമായിട്ട് അവരോടൊക്കെ ഉണർത്താറുണ്ട്. അവരിൽ പലർക്കും അത് ഉപകരിച്ചിട്ടുണ്ടെന്നാണ് പിന്നീട് കിട്ടിയ മറുപടികളൊക്കെ. വിവാഹവുമായി ബന്ധപ്പെട്ട് പലതും പറയണമെന്നും അതിൻ്റെ ചില വീഡിയോകളൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം, ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കും എന്നതാണ് നമ്മൾ ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരൊറ്റ വിഷയമേ, കാരണം വീഡിയോ ദൈർഘ്യം കൂടുന്നത് ഒരു പ്രയാസമാണല്ലോ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിവാഹം കഴിക്കണ സമയത്ത് നമ്മളിപ്പോഴത്തെ ഇതൊന്നും ഞാൻ ആലിമീങ്ങളെ ഉദ്ദേശിച്ചിട്ടോ മെയിലാക്കന്മാരെ ഉദ്ദേശിച്ചിട്ടോ ഒന്നുമല്ല പറയുന്നത്. അവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. നമ്മളെപ്പോഴത്തെ സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മൾ എല്ലാ വിഷയങ്ങൾക്കും നെയ്യത്ത് വെക്കാറുണ്ട്. കാരണം നെയ്യത്തിന് ചിലതിൽ നെയ്യത്ത് നിർബന്ധമാണ്, അത് സഹിഹാവണമെങ്കിൽ തന്നെ അതാണ്. മറ്റു ചിലതിൽ അത് വളരെ പുണ്യകരമായൊരു സംഗതി കൂടിയാണ്. കാരണം ഓരോ മനുഷ്യനും അവൻ്റെ നെയ്യത്തിനനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക എന്ന് പറയും. അപ്പോൾ വിവാഹത്തിനും വേണം ഒരു നെയ്യത്ത്. നമ്മളിപ്പോൾ നിസ്കാരത്തിന് നെയ്യത്ത്, നോമ്പിന് നെയ്യത്ത്, ഹജ്ജിന് നെയ്യത്ത് എന്ന് പറയുന്ന ഇഹ്റാം ഒക്കെ ചെയ്യുന്നത്. ഇതിന് ഇതുപോലെ തന്നെ നമ്മൾ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷെ വിവാഹത്തിൻ്റെ അന്ന് നിക്കാഹിൻ്റെ സമയത്ത് നല്ല മെൻ്റലി പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ആ ഒരു നെയ്യത്ത് നമ്മുടെ കൽബിൽ വേണം. അതെന്തായിരിക്കണം? അള്ളാഹുവിൻ്റെ കൽപ്പന, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന, അത് സ്വീകരിച്ചുകൊണ്ട് അതിനാണ് നമ്മൾ വിവാഹം കഴിക്കണം. ആദ്യത്തെ ഒരു നെയ്യത്തിൻ്റെ ഒരു പ്രധാന ഒരു അതിൻ്റെ മെയിൻ ഇതാണ്, കൺസേൺ ഇതാണ്. അള്ളാഹുവിൻ്റെ മുത്തുനബിയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇംതിസാലൻ ലി അംരിഹിമ അല്ലെങ്കിൽ ഇംതിസാലൻ ലി അംരിഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുത്തുനബിയുടെ സുന്നത്തിനെ ഇക്തിദാ ചെയ്തുകൊണ്ട് ഇത്തിബാ ചെയ്തുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ജനസംഖ്യ എൻ്റെ വകയിലും എൻ്റെ നസ്ല്, എൻ്റെ സന്തതി പരമ്പര ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അവിടത്തേക്ക് നാളെ മഹ്ശറയിൽ ഉമ്മത്തിൻ്റെ ആധിക്യം കൊണ്ട് അവിടെ നിന്ന് സന്തോഷിക്കും, അഭിമാനം കൊള്ളും എന്ന് നമ്മൾ ഹദീസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നീയത്ത്, അതുപോലെ ഹലാലായ മാർഗത്തിലൂടെ എൻ്റെ ഷഹ്വത്ത്, വികാരം ശമിപ്പിക്കൽ, ഇത്തരം പ്രധാനപ്പെട്ട സംഗതികൾ വളരെ ഇനിയും ഇതിനെ കൂട്ടിക്കൊണ്ടുപോവാ. ഏതുപോലെ മസലൻ വേറൊരു കുടുംബ ബന്ധം കൂടി ചേർക്കുകയാണല്ലോ. അപ്പോൾ ആ നമ്മുടെ എന്താ പറയുക, കുടുംബം വിപുലപ്പെടുത്തുക അല്ലെങ്കിൽ ബന്ധങ്ങളെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ അതിന് നമുക്ക്. പക്ഷേ ഇതിലെ മെയിൻ കൺസേൺ അള്ളാഹുവിനെയും അവൻ്റെ ഹബീബാ നബി തങ്ങളുടെയും കൽപ്പന അനുസരിക്കലും ഉമ്മത്ത്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നമ്മളെ നസ്ൽ, ഇന്നത്തെ കുട്ടികൾ വിവാഹം കഴിക്കുന്നവർ ആ ഒരു ചിന്ത ഉണ്ടോയെന്ന് പോലും അല്ല. കാരണം ഇപ്പോഴൊന്നും അവർ എന്ത് ചെയ്യുന്നില്ല, എന്താ പറയുക, ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഇടയിൽ മക്കൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴൊന്നും വരുന്നില്ല. ഞങ്ങൾ സെറ്റിൽ ആവട്ടെ, ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ, ഞങ്ങളൊന്ന് വിവാഹം കഴിഞ്ഞ് 1 വർഷം 2 വർഷം 3 വർഷം ഒക്കെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നവരാണ് നമ്മൾ ഈ തലമുറയിൽ കാണുന്നത്. അതൊരിക്കലും ആശാസ്യകരമായൊരു പ്രവണതയല്ല. കാരണം വിവാഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അതാണല്ലോ. അതുപോലെ തന്നെ മുത്തനബി പറഞ്ഞ മറ്റൊരു നീയത്തിൽ ചേർക്കേണ്ടത് ദീനിൽ 3-1 പൂർത്തിയാക്കും എന്ന് പറയുമ്പോൾ ആ ഒരു നീയത്തും ഈ മനുഷ്യൻ്റെ മനസ്സിൽ, ആണായാലും പെണ്ണായാലും ഇത്തരം ചിന്തകളോട് കൂടി വേണം വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കാൻ. അത് തന്നെയാണ് ഇവിടുത്തെ നീയത്ത്. അല്ലാതെ ഖത്തീബിൻ്റെ നമ്മുടെ ഈജാബും കബൂലിൻ്റെ ആ സമയത്തല്ല. അന്നേരത്തെ അതുണ്ടെങ്കിൽ ഖൈർ. പക്ഷെ ആ നിസ്കാരം പോലെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് നീയത്ത് വരിക എന്നുള്ള കണിശതൊന്നും ഈ വിഷയത്തിലില്ല. നമ്മൾ വിവാഹാലോചന നടത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ വേണം. പടച്ചറബ്ബേ, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിവാഹിതനാവാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിന് പെണ്ണന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ പെണ്ണാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിവാഹത്തിന് തയ്യാറാകുന്നുള്ള ചിന്ത തന്നെ അതന്നെയാണ് നീയത്ത്. ഇങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് അയാൾക്ക് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുക്കും, സ്വാലിഹായ ഒരു ചെക്കനെ കൊടുക്കും. അവരെ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ ബറക്കത്തുണ്ടാവും. അതാണ് വലിയ വിഷയം. ഇനിയിപ്പോൾ അവനക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു മക്കളെ ഇനി അള്ളാഹുവിൻ്റെ ഖദറാണ്, മക്കളുണ്ടായില്ലെങ്കിൽ പോലും
അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബറക്കത്തും അതിൻ്റെ സൗഭാഗ്യങ്ങളും ആഖിറത്തിലും എല്ലാം ഒരിക്കലും ഖായിബാവൂല. അതാണ് ഇവിടുത്തെ വിഷയം. വിവാഹ ജീവിതം കൊണ്ട് വെള്ളം കുടിക്കേണ്ടി വരില്ല. കാരണം അവൻ ഈ ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ ഉണ്ടായ അവൻ്റെ നീയത്ത്, ആ നീയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഖായിബാക്കൂല. അവൻ്റെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിൽ വർത്തിക്കും ആ പെണ്ണിൻ്റെയും. കാരണം ഇവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒന്ന് വ്യതിചലിച്ച് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ കപ്പിൾസ് അല്ലെങ്കിൽ പുതിയ നമ്മളെ തലമുറയിലും കുട്ടികൾ അവരുടെ വിവാഹമൊക്കെ പിന്നെയും വിവാഹം തന്നെ അവർ വൈകിപ്പിക്കുന്നുണ്ട്. വിവാഹം തന്നെ അകാരണമായിട്ട് പഠനത്തിൻ്റെ പേരിലും കരിയർ മേക്കിങ്ങിൻ്റെ പേരിലും ഒക്കെ പറഞ്ഞിട്ട് വിവാഹം വൈകിപ്പിച്ചു കൊണ്ടുപോയിട്ട് 10-30 വയസ്സൊക്കെ ആകുമ്പോൾ ആൺകുട്ടിയുടെ കല്യാണം കഴിക്കുന്നു. നിങ്ങൾക്കറിയോ 30-ാമത്തെ വയസ്സ് മുതൽക്ക് പുരുഷ ഹോർമോൺ 1% വെച്ചാണ് കുറയുന്നത്. 1% വെച്ച് കുറച്ചിൽ തുടങ്ങും ആർക്കും. പിന്നെ ജീവിതശൈലി കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന കുറവുകൾ വേറെ. അല്ലെങ്കിൽ തന്നെ 30 വയസ്സാകുമ്പോൾ ഒരു പുരുഷ ഹോർമോൺ കുറഞ്ഞുകൊണ്ടിരിക്കണം, 1% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കണം. ഇതിന് പുറമേണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വേണ്ടാത്ത വേദനയൊക്കെ കഴിച്ചിട്ടും പിടിച്ചിട്ടും നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യപരമല്ലാത്ത പ്രവണതകൾ മൂലം ഉണ്ടാകുന്ന കുറവുകൾ, അത് വേറെയാണ്. എന്നിട്ട് വേണം 30-32 വയസ്സായിട്ട് കണ്ണി കണ്ട ഡോക്ടർമാരുടെ അടുത്തേക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് നടക്കാൻ. നമ്മൾ വിവാഹം കഴിക്കുന്നതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം തന്നെ നസ്ലാണ്, സന്താനോൽപാദനമാണ്, സ്വാലിഹായ മക്കൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ അതെങ്ങനെ പിന്തിപ്പിക്കുക? പിന്നെ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അതെങ്ങനെ വൈകിപ്പിക്കുന്നത്? അതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല. വിവാഹം കഴിച്ച് അല്പം കഴിയുമ്പോഴേക്കും ഒരു കുട്ടിനെങ്കിലും ജനിപ്പിച്ചൂടെ? നമുക്കറിയില്ലല്ലോ നമ്മൾക്ക് എത്ര കാലം ആയുസ്സുണ്ട്, നമ്മളെ ഒന്നും നമുക്കറിയില്ല. അപ്പം എല്ലാ നല്ല കാര്യങ്ങളിലും ശുഭസ്യ ശീഘ്രം എന്നല്ലേ. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ നസ്ല്, നമ്മുടെ തലമുറ, നമ്മൾ തന്നെ ഓർമ്മിക്കപ്പെടുന്നതല്ലേ. ചിലപ്പോൾ അത് ഒരു കുട്ടിക്ക് ശേഷം നമ്മൾ മരണപ്പെട്ടാലോ? അപ്പം അതുകൊണ്ട് വിവാഹത്തിന് ശേഷം സന്താനോൽപാദനം, ഗർഭധാരണം, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും വൈകിപ്പിക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് സന്താനോൽപാദനം. അത് പിന്നെ എങ്ങനെ? അപ്പം നമ്മളെ നീയത്തിൽ ഖറാബായില്ലേ? നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷം അതിങ്ങനെ അകാരണമായിട്ട് ബന്ധിപ്പിക്കുക നടക്കട്ടെ. ഒരു കുട്ടി വന്നാലിപ്പോൾ എന്താ ഇപ്പോൾ കൊടുക്കേണ്ടി വരിക? അതിൻ്റെ ഭക്ഷണത്തിനെ പറ്റിയിട്ടാണോ, പരിചരണത്തെ പറ്റിയിട്ടാണോ? ഇതെല്ലാം നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരു കാര്യം എളുപ്പമാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് എളുപ്പം തന്നെയാണ്. പക്ഷെ അവൻ്റെ നീയത്ത് നന്നായിരിക്കണം, അവൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കണം, അവൻ അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞില്ലേ, എന്നെ പറ്റി ഒരു അടിമ എങ്ങനെ വിചാരിക്കുന്നു അതുപോലെ ഞാൻ അവനോട് പെരുമാറാം. ഖുദ്സിയ ഹദീസല്ലേ. അപ്പോൾ റബ്ബ് നമുക്കെല്ലാം എല്ലാം കോംപ്ലിക്കേറ്റഡ് ആകും. അത് ആ പ്രശ്നമാവും, ഈ പ്രശ്നമാവും, എൻ്റെ കരിയറിനെ ബാധിക്കും, എൻ്റെ ജോബിനെ ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എൻ്റെ സെറ്റിലാവുന്ന സ്വപ്നങ്ങളെ ബാധിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നത്? നേരെ അള്ളാഹു എല്ലാം ഹൈറാക്കും, എല്ലാം അള്ളാഹു എളുപ്പമാക്കുമെന്ന് ചിന്തിച്ചൂടെ? ഇതനുസരിച്ച് അള്ളാഹു എല്ലാം ഹൈറാക്കൂലേ? അതുകൊണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ബീദിനില്ല പറയും. മക്കളെ ഈ വൈകിപ്പിക്കുന്നത് കൊണ്ടുള്ളാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് പിന്നെ പറയാം. പക്ഷെ ആദ്യമായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ ഈ ഒരു നീയത്ത്, ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം. കാരണം ഇങ്ങനെ ഒരു ജീവിതത്തിൽ എനിക്ക് 25 വയസ്സായി 30 വയസ്സായി ഞാൻ എല്ലാവരും വിവാഹം കഴിക്കുന്ന, അങ്ങനെ ഞാനും അങ്ങനെയല്ല. മറ്റേ ആരോ ചോദിച്ചാൽ നീ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചോല്ല, നീ എന്തിനാ വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൾക്ക് പറയാനൊരു ഉത്തരം വേണം. ആ ഉത്തരത്തിനാണ് ഞാൻ ഈ ഫ്രെയിമിലാക്കി പറഞ്ഞത്. ഈ നീയത്തോടു കൂടി വേണം വിവാഹ ജീവിതത്തിലോട്ട് കടക്കാൻ. പിന്നീടൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ ശവ്വാൽ മാസം അതിപ്പോൾ എല്ലാവർക്കും ശവ്വാൽ കല്യാണം കഴിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. സുന്നത്താണ്, വെള്ളിയാഴ്ച സുന്നത്താണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അത് മറ്റൊരു വിവാഹവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് നീയത്ത് നന്നാക്കാൻ നോക്കുക, നീയത്ത് വെക്കാൻ നോക്കുക. നല്ല നീയത്തിൽ കുടുംബം ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാം നന്നായിട്ട് പോകും. എല്ലാം അള്ളാഹു ഹൈറാക്കി തരും. പേടിക്കരുത്. റബ്ബ് എന്നെ സ്വീപ്പാക്കുമോ, ഞാൻ കുടുങ്ങിപ്പോവോ, ഒരു പെണ്ണി. അതാണ് മിക്ക ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ പ്രിപ്പയർഡല്ല മാരേജിനെന്നാ. എന്താ അവളുടെ ഉത്തരവാദിത്വം, അവളുടെ ചെലവിന് കൊടുക്കലോ? എന്തിനാ പേടിക്കണത്? റബ്ബ് അള്ളാഹുവിൻ്റെ ഖസാന അത്ര വിശാലമല്ലേ? എനിക്കും നിങ്ങൾക്കും കുറച്ച് അള്ളി തന്നെന്ന് എഴുതിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പോലെ കുറയാൻ പോണ്ട. അതാണ് കാരണം. ഒന്നാമത്തത് നമ്മളിലാണ് പ്രതീക്ഷ വെക്കണം, റബ്ബിലല്ല. റബ്ബിൽ പ്രതീക്ഷ വെക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക. അള്ളാഹുവിൻ്റെ ഖസാന അത് തീരാത്ത ഖസാനയാണ്. അവൻ വാരിക്കോരി തരും.
അവൻ അങ്ങനെ പ്രതീക്ഷ അങ്ങനെ തന്നെയല്ലേ അള്ളാഹ് പെരുമാറുന്നത് അല്ലേ? ഹുസ്നുള്ളന് അത് അള്ളാഹുവിനെ പറ്റിയല്ലേ ഏറ്റവും ആദ്യം വേണ്ടത്. നല്ല ധാരണ, അള്ളാഹു നമ്മളെ കൈവിടൂല എന്നുള്ള പ്രതീക്ഷയോട് ജീവിതത്തിൽ കടക്ക്. എന്തിനാ പേടിക്കുന്നത്? ഒരാളും പേടിക്കണ്ട. കാരണം നമ്മുടെ മുന്നിൽ വ്യക്തമായൊരു ഇതുണ്ട്. മുത്തുനബിയുടെ സുന്നത്തിന് ഇത്തിബാ ചെയ്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിലോട്ട് കടക്കുന്നത്. പിന്നെ ഒരിക്കലും ഹൈബാവേണ്ടി വരില്ല, എല്ലാം ഹൈറായിട്ട് വരും. അള്ളാഹു നമ്മുടെ എല്ലാവരും ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പിന്നീട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.